നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരാൾ റൂമിലേക്ക് കയറി വന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൻ്റെ സമീപത്തായിട്ട് ടീച്ചറിൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു. ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകാൻ മടിയാണല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് സമയം അല്പം കുറവാണെങ്കിലും ടീച്ചറിൻ്റെ ഈ വിഷമം കണ്ടപ്പോൾ ഞാനും കൂടെ പോയി. ആ വീട്ടിൽ ചെന്നു. ഈ സ്ത്രീയുടെ ഭർത്താവ് ആ വീടിന് മുമ്പിൽ സൂയിസൈഡ് ചെയ്യുക, അതായത് തൂങ്ങിച്ചാകുക ചെയ്ത്. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് ഈ ബോഡി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി കയറെ കെട്ടി കട്ടിലെ ഇറക്കിയിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. ആ സമയത്തുണ്ട് ഇതിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യ. ഒരു മാസമോ അങ്ങോട്ട് ആൾ പിണങ്ങി നിൽക്കുന്നത്. ഒരു മാസമായിട്ട് പിണങ്ങി, എന്താ ചെറിയ കേസിന് പിണങ്ങി അവർ ഒരു 10 കിലോമീറ്റർ അകലെ താമസമുള്ളത്. ഈ പിണങ്ങി വന്നിട്ട് ഏകദേശം ഒരു മാസം പോലും ആയിട്ട് ആ സാഹചര്യത്തിലാണ് അതിനെ ആ ഡെഡ് ബോഡി ഇറക്കി വെച്ചപ്പോൾ അത് കാണാൻ വരുന്ന പെണ്ണിൻ്റെ മനസ്സിൻ്റെ തകർന്നിട്ടുള്ള കരച്ചിൽ ഇന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കരഞ്ഞ് പെണ്ണിൻ്റെ കാലിനും തലയ്ക്കും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണോ, കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണോ, കരയുവാണോ, ഇനി എനിക്ക് ആരാ ഉള്ളത് ചേട്ടാ എന്ന് പറഞ്ഞ് ആകിലും പോവുകയാണോ, അവർ ഏതെല്ലാം രീതിയിലാണ് വിഷമം പ്രകടിപ്പിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായില്ല. അന്നേരം ഈ ടീച്ചർ ചോദിക്കുവാണ്, എടി ഇപ്പം നീ കൊടുത്ത ഒരു ഉമ്മ, ഒറ്റ ഉമ്മ ഇന്നലെ കൊടുത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുകയായിരുന്നു. ഒന്ന് നീ വിളിച്ചായിരുന്നെങ്കിൽ, ഒന്ന് നീ ഇയാളെ അങ്ങോട്ട് വിളിക്കുകയോ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്തായിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. ചെറിയ കേസിന് വേണ്ടി അകന്നു നിൽക്കുന്ന ഓരോ കപ്പിൾസിനും ഇതൊരു മാതൃകയാണ്. ഇന്ന് കിടന്നുറങ്ങുന്ന നിങ്ങൾ നാളെ കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.